2026 ഫെബ്രുവരി 26 നടന്ന +1 എക്കണോമിക്സിന്റെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ 60-70% ഇതേ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. സന്തത ചരത്തിന് ഉദാഹരണം. ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് വേരിയബിൾ. ഒരു വിദ്യാർത്ഥിയുടെ ഉയരം സെന്റിമീറ്ററിൽ. ഹൈറ്റ് ഓഫ് സ്റ്റുഡന്റ് ഇൻ എ സെന്റിമീറ്റർ. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് ബോളുകളുടെ എണ്ണം. നമ്പർ ഓഫ് ക്രിക്കറ്റ് ബോൾസ് യൂസ്ഡ് ഇൻ എ ക്രിക്കറ്റ് മാച്ച്. ഒരു പ്രൊഫഷണൽ കോഴ്സിന് ലഭ്യമായ സീറ്റുകൾ. സീറ്റ്സ് അവൈലബിൾ ഫോർ എ പ്രൊഫഷണൽ കോഴ്സ്. ഇവിടെ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സന്തതചരം അഥവാ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു നിശ്ചിത ക്ലാസ് അവിടെ തീരുമാനിക്കും. ഒരു നിശ്ചിത ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ ഏതാണ്? ഒരു വിദ്യാർത്ഥിയുടെ ഉയരം നമ്മൾ എപ്പോഴും എന്താണ്? ഒരു നിശ്ചിത അകലമായിട്ടാണ് എന്താണ് 100 to 110, 110 to 120, 120 to 130 ആ രീതിയിലാണ് നമ്മൾ പലപ്പോഴും കണക്കാക്കാറുള്ളത്. ഒരു വിദ്യാർത്ഥിയുടെ ഉയരം എന്തിനാണ് വരിക? ഒരു നിശ്ചിത ക്ലാസിന്റെ ഉള്ളിലായിട്ടാണ് വരിക. ഒന്നാമത്തെ ആൻസർ എ ആണ്. ഒരു വിദ്യാർത്ഥിയുടെ ഉയരം സെന്റിമീറ്ററിൽ. ഹൈറ്റ് ഓഫ് സ്റ്റുഡന്റ് ഇൻ എ സെന്റിമീറ്റർ. ചുവടെ നൽകിയ ഏത് ഗ്രാഫിന്റെ സഹായത്തോടെയാണ് മോഡ് കണ്ടെത്താനാവുക? മോഡ് നമ്മൾ 2 രീതിയിൽ കണ്ടെത്താൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. 2 രീതിയിൽ 3 രീതിയിൽ. ഒന്നാമത് നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് മോഡ് കണ്ടെത്താറുണ്ട്. രണ്ടാമത് നമ്മൾ മോഡ് മാത്രം കണ്ടെത്തുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും മീഡിയം കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മോഡ് കണ്ടെത്താവുന്നതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചുവടെ നൽകിയ ഏത് ഗ്രാഫിന്റെ സഹായത്തോടെയാണ് മോഡ് കണ്ടെത്താനാവുക? മോഡ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി യൂസിങ് പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം, ജീവ്സ്, ഹിസ്റ്റോഗ്രാം. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിസ്റ്റോഗ്രാം ആണ്. ക്ലാസ്സും ഫ്രീക്വൻസി തന്നിട്ട് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് മോഡ് വരയ്ക്കാൻ വേണ്ടിയും പറയാറുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ഐഡന്റിഫിക്കേ ആൻഡ് ഇഷ്യൂ ഇൻ ദ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ. വിദ്യാസമ്പന്നർക്കിടയിലെ തൊഴിലില്ലായ്മ ഏറ്റവും കുറവ്. അൺഎംപ്ലോയ്മെന്റ് എമംഗ് ദി എഡ്യൂക്കേറ്റഡ് ഈസ് ലോവസ്റ്റ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഗവൺമെന്റ് വിഹിതം ഏറ്റവും കൂടുതൽ. ഗവൺമെന്റ് അലോക്കേഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ ഈസ് ഹൈ. ഉന്നത വിദ്യാഭ്യാസം നേടാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. ലെസർ നമ്പർ ഓഫ് പീപ്പിൾ റീച്ചിങ് ഹയർ എഡ്യൂക്കേഷൻ ലെവല്. ഗ്രാമീണ സ്ത്രീ ബിരുദധാരികൾക്കിടെ തൊഴിലില്ലായ്മ കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് എമംഗ് റൂറൽ ഫീമെയിൽ ഗ്രാജുവേറ്റ്സ് ഈസ് ലോ. ഏതാണ്? ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ചോദിച്ചത്. അപ്പൊ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരിക്കും ഇവിടെ? നല്ല രീതിയിൽ നോക്കുക. വിദ്യാഭ്യാസ സമ്പന്നർക്ക് ഇടയിലെ തൊഴിലില്ലായ്മ കുറവ്. അതായത് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾക്ക് എല്ലാവർക്കും തൊഴിലുണ്ട് എന്നാണ് അതിനർത്ഥം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഗവൺമെന്റ് വിഹിതം ഏറ്റവും കൂടുതൽ. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ വിഹിതം കൊടുക്കണമെന്നാണ്. അതും ഒരു പോസിറ്റീവാണ്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. അതായത് ഹയർ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി എത്തുന്ന ആളുകളുടെ ഇടയിലെ എണ്ണം കുറവാണെന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇനി 4ാമത്തെ ഓപ്ഷനും കൂടി നോക്കാം. ഗ്രാമീണ സ്ത്രീ വിദ്യാർത്ഥികൾക്കിടയിലെ തൊഴിലില്ലായ്മ കുറവാണ്. അപ്പൊ വിദ്യാഭ്യാസം കിട്ടിയ സ്ത്രീകൾക്ക് തൊഴിലില്ലായ്മ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും തൊഴിലുണ്ട് എന്നാണ്. അപ്പൊ ബാക്കി 3 എന്താണ്? പോസിറ്റീവായിട്ട് അനുകൂലമായിട്ടാണ്. ഇവിടെ സി ആണ് ഇതിന്റെ ആൻസർ. പ്രശ്നമാണ് ചോദിച്ചിട്ടുള്ളത്. 1956 ഇന്ത്യൻ വ്യവസായിക നയ പ്രമേയം. ദി ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇൻ 1956 ഭൂപരിഷ്കരണം നിർദ്ദേശിച്ചു. സജസ്റ്റഡ് ലാൻഡ് റിഫോംസ്. വ്യവസായങ്ങൾ 3ആയി തരംതിരിച്ചു. കാറ്റഗറൈസ്ഡ് ദ ഇൻഡസ്ട്രീസ് ഇൻടു 3. ഭൂപരിധി നിർണ്ണയിക്കൽ പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ട് ലാൻഡ് സീലിംഗ്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി നിർദ്ദേശിച്ചു. സജസ്റ്റഡ് ഹൈ എക്സൈസ് ഡ്യൂട്ടി ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. 1956 ഇന്ത്യൻ വ്യവസായിക നയ പ്രമേയമാണ് ചോദിച്ചത്. വ്യവസായ മേഖല നോക്കിയാൽ ഭൂപരിഷ്കരണം നോക്കേണ്ട ആവശ്യമില്ല. വ്യവസായങ്ങൾ 3ആയി തരംതിരിച്ചു. ഭൂപരിധി നിർണ്ണയിക്കല് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞത്. 1956 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ കൂടുതൽ ആനുകൂല്യം ഉണ്ടാക്കിക്കാണ്. അപ്പൊ ഇത് ഒരിക്കലും ഇതിന് ആൻസർ അല്ല. പിന്നെ ഭൂപരിധി അല്ല. അപ്പൊ ഏതായിരിക്കും? വ്യവസായങ്ങളെ 3ആയി തരംതിരിച്ചു. ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിലവാര സൂചിക. ദി ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഫോർ ദി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മനുഷ്യ വികസന സൂചിക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഉപഭോക്തൃ വില സൂചിക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. മൊത്ത വിൽപ്പന വില സൂചിക. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. സെൻസെക്സ്. ഏതാണ് ഇതിന് ആൻസർ? ഇന്ത്യൻ ഓഹരി വിപണിയുടെ സൂചികയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ബുൾ ആൻഡ് ബിയർ മാർക്കറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഏതാണ്? സെൻസെക്സ് ആണ് നമ്മൾ നോക്കാറുള്ളത്. പത്രങ്ങളൊക്കെ എന്നും കാണാവുന്നതാണ്. ഓപ്ഷൻ ഡി. ഭൗതിക സ്ഥിതി, സാമൂഹ്യ സ്ഥിതി തുടങ്ങിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ വർഗീകരിക്കുന്നത് അറിയപ്പെടുന്നത്. ഭൗതിക സ്ഥിതി, സാമൂഹ്യ സ്ഥിതി.
when data is classified according to attributes and such social status, physical status, etc. അല്ലെ, അതായത് സാമൂഹ്യ സ്ഥിതി അല്ലെങ്കിൽ ഭൗതിക സ്ഥിതി, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഭൗതിക സ്ഥിതി അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതി. അപ്പോൾ അവിടെ ഗുണങ്ങളാണ്, ആട്രിബ്യൂട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സ്ഥാനീയ വർഗീകരണം, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, കാലാനുസൃത വർഗീകരണം, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, അളവുപരമായ വർഗീകരണം, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണപരമായ വർഗീകരണം, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ആട്രിബ്യൂട്ട് അഥവാ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുകയാണെന്ന് പറഞ്ഞത് ഏതായിരിക്കും? ഗുണപരമായിട്ടുള്ള അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തില്, സമയത്തിന്റെ അടിസ്ഥാനത്തില്, അളവിന്റെ അടിസ്ഥാനത്തില്. ഇവിടെ ചോദിച്ചിരുന്നത് ഭൗതിക സാമൂഹ്യ സ്ഥിതി ചില സവിശേഷതകളെ ഈ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നതെങ്കിൽ അതിന് ഗുണപരമായിട്ട് അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. വികസന പാതയിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന പൊതുവായ സാദൃശ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ഒരേപോലെ ആയിരുന്നു. സ്റ്റാർട്ടഡ് പ്ലാനിംഗ് ദിയർ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഇൻ എ സിമിലർ വൈസ്. എല്ലാ രാജ്യങ്ങളും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കി. ആൾ കൺട്രീസ് അഡോപ്റ്റഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ്. സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി. ഗേവ് എംബാസിഡർ ടു പ്രൈവറ്റ് സെക്ടർ. ഏകകക്ഷി ഭരണം കൊണ്ടുവന്നു. ഇൻട്രൊഡ്യൂസ്ഡ് വൺ പാർട്ടി റൂള്. മൂന്ന് രാജ്യങ്ങളും ഒരേപോലെ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏകകക്ഷി ഭരണം എന്ന് ചൈനയിൽ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനും ഇല്ല. സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി അല്ലെ. സ്വകാര്യ മേഖലയ്ക്ക് മൂന്ന് രാജ്യങ്ങളും ഊന്നൽ നൽകാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടി നോക്കാവുന്നതാണ്. എല്ലാ രാജ്യങ്ങളിലും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കി, അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ട് അതും വേണ്ട. വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ഏകദേശം ഒരേപോലെ ആയിരുന്നു. ഇതാണ് ഇതിന്റെ ആൻസർ. വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തത് ഒരുപോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനസംഖ്യാ സ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏത്? വിച്ച് among the following statement is true regarding the demographic condition under British rule? ആകെ സാക്ഷരതയ്ക്ക് 16% താഴെയായിരുന്നു. The oral literacy rate was less than 60%. ബ്രിട്ടീഷ് ഭരണകാലത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. മരണനിരക്ക് വളരെ കുറവായിരുന്നു. മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ലോ. ശിശു മരണനിരക്ക് വളരെ കുറവായിരുന്നു. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ലോ. ആയുർദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. ലൈഫ് എക്സ്പെൻസി വാസ് വെരി ഹൈ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ സാമ്പത്തിക സാമൂഹികപരമായിട്ട് പിന്നോക്കാവസ്ഥയിലായിരുന്നു. അപ്പൊ ആകെ സാക്ഷരത നിരക്ക് 16% താഴെയായിരുന്നു. അത് ശരിയാണ്, കാരണം സാക്ഷരത നിരക്ക് വളരെ കുറവായിരുന്നു. മരണനിരക്ക് വളരെ കുറവായിരുന്നു. അന്ന് മരണനിരക്ക് കൂടുതലായിരുന്നു. ഹോസ്പിറ്റൽ സൗകര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് മരണനിരക്ക് കൂടുതലായിരുന്നു. ശിശു മരണനിരക്ക് വളരെ കുറവായിരുന്നു. അന്നത്തെ കാലത്ത് ശിശു മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ആയുർദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. അതായത് ഡെത്ത് റേറ്റും വലിയതാണ്, ശിശു മരണനിരക്കൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആയുർദൈർഘ്യം എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു. വലിയ നല്ല രീതിയിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിന് ആൻസർ? എ ആണ് ഇതിന് ആൻസർ. ചുവടെ നൽകിയിരിക്കുന്ന സ്ഥാനീയ ശരാശരി ഏത്? സമാന്തര മാധ്യം, അരിത്തമെറ്റിക് മീൻ, മാധ്യാങ്കം മീഡിയൻ, ബഹുലകം മോഡ്, മീൻ ഡീവിയേഷൻ. വിച്ച് among the following is പൊസിഷണൽ ആവറേജ്? ഏതാണ് ഇതിന്റെ ആൻസർ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? മാധ്യാങ്കം അഥവാ മീഡിയൻ ആണ് ഇതിന് ആൻസർ. ചുവടെ നൽകിയിരിക്കുന്ന പ്രാഥമിക ഡാറ്റയ്ക്ക് ഉദാഹരണം, പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ഗവൺമെന്റ് റിപ്പോർട്ട്, ഗവൺമെന്റ് റിപ്പോർട്ടിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ. ന്യൂസ് പേപ്പർ സ്പോർട്സ് ഡാറ്റ, സ്പോർട്സ് ഡാറ്റ ഫ്രം ന്യൂസ് പേപ്പർ. വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ, ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം വെബ്സൈറ്റ്. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ ചെലവ് ഡാറ്റ, മന്ത്ലി എക്സ്പെൻഡിച്ചർ ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം യുവർ ഫാമിലി. ഇവിടെ പറഞ്ഞത് പ്രാഥമിക ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് പ്രൈമറി ഡാറ്റ, നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ. ഗവൺമെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഡാറ്റ ആണ്, നമുക്ക് നേരിട്ട് കിട്ടുന്നതല്ല. ന്യൂസ് പേപ്പർ ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ശേഖരിച്ച ഡാറ്റയാണ്, അത് നമുക്ക് നേരിട്ട് കിട്ടുന്നതല്ല. വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ശേഖരിച്ച ഡാറ്റയാണ്, അത് നേരിട്ട് കിട്ടുന്നതല്ല. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ ചെലവ് ഡാറ്റ, അത് നമ്മൾ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ്. അതാണ് ഇതിന്റെ ആൻസർ. 11 മുതൽ 15 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ഗ്രാമീണ വികസനത്തിൽ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും 2 പ്രധാന പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് 2 കീസ് ഇഷ്യൂസ് ഇൻ റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസനത്തിലുള്ള പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ട് ആൾക്കാർ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കടബാധ്യതയാണ്. കർഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇവർ കൃഷി ചെയ്യാൻ വേണ്ടി വായ്പ എടുക്കുകയും ഇതിന് വിളവ് ലഭിക്കാത്ത പക്ഷം അത് അവർക്ക് ഒരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ കടബാധ്യത. 2 കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന കുറഞ്ഞ വില, അതായത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾക്ക് നല്ല വില കിട്ടാത്തതും ഒരു പ്രധാന പ്രശ്നമാണ്. രാസവളം, കീടനാശിനി തുടങ്ങിയ കാർഷിക നിവേശനങ്ങൾ ഉയർന്ന ചെലവ്. ഇല്ല, രാസവളങ്ങൾക്ക് കീടനാശിനികളും ഉയർന്ന ചെലവ് ഒരു പ്രധാന പ്രശ്നമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിപണിയിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കണില്ല.
പിന്നെ കാർഷികേതരമായ തൊഴിലവസരങ്ങളുടെ അഭാവം, ഇതൊക്കെ ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളാണ്. ഞാൻ 4 പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 2 നിങ്ങൾ എഴുതിയാൽ മതി. ഗ്രാമീണ വികസനം എന്നുള്ള ചാപ്റ്ററിലാണ് കൊടുത്തുള്ളത്. 6ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയുടെ 6ാമത്തെ ചാപ്റ്ററിലതാണ് ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രൊജക്ടുകൾക്ക് അനുയോജ്യമായ പഠന ഗ്രൂപ്പുകൾ കണ്ടെത്തുക. നിങ്ങളുടെ പ്രദേശത്തെ വിവിധ തൊഴിൽ പദ്ധതികൾ സ്ത്രീകളുടെ പങ്കാളിത്തം വിലയിരുത്തുക. നിങ്ങളുടെ പ്രദേശത്തെ ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഒരു വിവരങ്ങൾ നമുക്ക് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില പദ്ധതികൾ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രദേശത്തെ വിവിധ തൊഴിൽ പദ്ധതികൾ സ്ത്രീകളുടെ പങ്കാളിത്തം വിലയിരുത്തുക. അപ്പൊ സ്ത്രീകളുടെ പങ്കാളിത്തം തൊഴിലിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണം. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ തൊഴിലുണ്ടോ, അവർ തൊഴിലെടുക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും വീട്ടിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇത് എഴുതിയാൽ മതി. സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തൊഴിലുണ്ടോ, ഇത് ഏതെങ്കിലും ഒരു ഇതാക്കി എഴുതി വെച്ചാൽ മതി. നിങ്ങളുടെ പ്രദേശത്തെ ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾ. നമ്മൾ ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അസുഖങ്ങൾ കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകൾക്ക് അസുഖങ്ങളുണ്ടോ, ഇങ്ങനത്തെ. അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി നിങ്ങൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിന് ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. 2 മാർക്കിന് 3 മാർക്കിന് എല്ലാ പ്രാവശ്യവും പബ്ലിക്കിന് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് സ്റ്റാറ്റിക്സിന്റെ പ്രാധാന്യം എക്കണോമിക്സിൽ, അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സിൽ സ്റ്റാറ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പം സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ചുരുക്കിയ രീതിയിൽ വിവരിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഏറ്റവും വലിയ ഡാറ്റകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇറക്കുമതി കയറ്റുമതി, എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ജനങ്ങളുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ പ്രവണതകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉൽപാദനത്തെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ ഡിമാൻഡിനെ കുറിച്ചും സപ്ലൈനെ കുറിച്ചും ചോദനത്തെ കുറിച്ചും പ്രധാനത്തെ കുറിച്ചും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പുതിയ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും അല്ലെ. അതൊക്കെ സ്റ്റാറ്റിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സിൽ സ്റ്റാറ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് സ്റ്റാറ്റിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ. സഹബന്ധ ഗുണാങ്കത്തിന്റെ 2 സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ഇൻ 2 ഫീച്ചേഴ്സ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. സഹബന്ധ ഗുണാങ്കത്തിന്റെ സവിശേഷത. അവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് സഹബന്ധത്തെ കോറിലേഷനെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് അല്ലെ. അതായത് 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്. അതുപോലെ തന്നെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയാൻ സാധിക്കും. 2 പോസിറ്റീവ് ആയിരിക്കും, ചില സമയത്ത് 2 നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ 1 പോസിറ്റീവ് 1 നെഗറ്റീവ് ആയിരിക്കും. 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരേ ദിശയിലാണോ, അല്ലെങ്കിൽ 2 കൂടുകയാണോ കുറയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ട്. സ്റ്റാറ്റിക്സിന്റെ ഭാഗത്ത് കോറിലേഷൻ എന്നുള്ള അവസാനത്തെ ഭാഗത്തുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമാന്തര മാധ്യമത്തിന്റെ 2 സവിശേഷതകൾ സൂചിപ്പിക്കുക. സമാന്തര മാധ്യം അരിതമെറ്റിക് മീൻ എന്ന് പറയും. അരിതമെറ്റിക് മീനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് വേരിയബിൾസിനെ അഥവാ ചരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശരാശരി ഡാറ്റകളുടെ ശരാശരി മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2 ചരങ്ങളിലെ ബന്ധം, അല്ലെങ്കിൽ അവയെ തമ്മിലുള്ള ശരാശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ അവയുടെ ശരാശരി, ഇതൊക്കെ കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സമാന്തര മാധ്യം ഉപയോഗിക്കുന്നത്. സമാന്തര മാധ്യം പ്രധാനമായിട്ടും 3 രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സ്വതന്ത്ര ശ്രേണി, അസന്തത ശ്രേണി, സന്തത ശ്രേണി. ഈ 3 രീതി ഉപയോഗിച്ച് നമുക്ക് ശരാശരി അഥവാ സമാന്തര മാധ്യം നമുക്ക് കണക്കാക്കാം. 3ൽ നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ശ്രേണി ഉപയോഗിച്ച് ഏത് ക്വസ്റ്റ്യനും വലിയ വലിയ ഇക്വേഷൻ ആൻസർ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഒരുപാട് ചരങ്ങളുടെ ശരാശരി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സമാന്തര ആദ്യം നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മിനി മീഡിയം മൂടെന്ന് കാണുന്ന ചാപ്റ്ററിൽ നിന്ന് കാണാൻ സാധിക്കും സ്റ്റാറ്റിക്സിന്റെ ചാപ്റ്ററിൽ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നതാണ്. മീനും മീഡിയം മൂടും കാണാൻ വേണ്ടി പലപ്പോഴും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. 5ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിക്സിന് 5ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ കേന്ദ്ര പ്രവണതയുടെ അളവുകൾ എന്നതിൽ കൂടുതലായിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കൂടുതലായിട്ട് പ്രോബ്ലംസ് ആണ് ചോദിക്കാൻ സാധ്യത. 8 മാർക്കിന്റെ പ്രോബ്ലം മീനും മീഡിയം മൂടും കാണാൻ വേണ്ടി ഏതൊരു എക്സാമിനും അത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അതിന് ആൻസർ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ വ്യവസായ മേഖലയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ സൂചിപ്പിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇന്ത്യൻ എക്കോണമിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊതുവെ നമ്മുടെ വ്യവസായ മേഖലയുടെ തകർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യ വ്യവസായങ്ങൾക്ക് യാതൊരുവിധ പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കായിരുന്നു കൂടുതൽ പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ കരകൗശല മേഖല, അതായത് ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരകൗശല മേഖലയായിരുന്നു. അത് പാടെ നശിപ്പിച്ച രീതിയിലായിരുന്നു വലിയ എന്താണ് അത് തകർച്ചയാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടനിൽ യന്ത്ര സഹായത്തോടെ നിർമ്മിക്കുന്ന സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റായിരുന്നു. അപ്പൊ ഇവർ ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോവുകയും ഓരോ നാട്ടിൽ നിന്ന് ഉത്പാദിപ്പിച്ച് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് നല്ല രീതിയിൽ വിലയൊന്നും കിട്ടില്ല. അത് നമ്മുടെ വ്യവസായ മേഖല തകരാൻ കാരണമായി. വ്യവസായ മേഖലയുടെ വളർച്ച നിരക്ക് വളരെ കുറവായിരുന്നു. അന്നത്തെ പ്രധാനമായിട്ടുള്ള വ്യവസായങ്ങളായിരുന്നു പരുത്തി, ചണം, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊക്കെ. ഇതൊക്കെ പറ്റ പിന്നോക്കാവസ്ഥയിലായിരുന്നു. അതുപോലെ രാസവളങ്ങൾ, റയോൺ, റബ്ബർ വ്യവസായ മേഖലയും ആ സമയത്ത് വേര് പിടിച്ച് വരികയാണ്. എന്നാലും എന്താണ് അത് പൊതുവെ തകർച്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂലധന വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ഇടമായിട്ട് മാത്രമായിരുന്നു ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിവിടുന്ന് ഉത്പാദിപ്പിച്ച അസംസ്കൃത വസ്തുക്കൾക്ക് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഉത്പാദിപ്പിച്ച പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ ഒന്ന് വിശദീകരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിലാണ്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം. ഇതുവരെ എല്ലാ പബ്ലിക്കും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു എക്സാമിന് ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആഗോളവൽക്കരണത്തിന്റെ ഒരു ഫലമെന്ന നിലയിൽ പുറം വാങ്ങൽ വ്യക്തമാക്കുക. പുറം വാങ്ങൽ അഥവാ ഔട്ട്സോഴ്സിങ് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഔട്ട്സോഴ്സിങ് അഥവാ പുറംവാങ്ങൽ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതിനെ സ്വീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പല വികസിത രാജ്യങ്ങളും അവരുടെ അസംസ്കൃത വസ്തുക്കൾക്കായിട്ട് വികസിക്കാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളാണ് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിച്ച രാജ്യങ്ങളും നമ്മുടെ രാജ്യത്ത് വന്ന് അസംസ്കൃത വസ്തുക്കളും അല്ലെങ്കിൽ മറ്റൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകും. അത് ഇവിടെ വളരെ വില കുറച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരിവിടെ വന്നിട്ട് കൊണ്ടുപോകുന്നത്. വികസിത രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പലതരം സേവനങ്ങൾക്കും ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങളാണ് ആശ്രയിക്കുന്നത്. പ്രധാനമായിട്ടും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പിന്നെ സർവീസ് എഡിറ്റിംഗ്, ആനിമേറ്റിംഗ് എന്നിങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കയറ്റുമതി എന്നൊരു പ്രധാന രാജ്യം ഇന്ത്യയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് സോഫ്റ്റ്വെയർ കണ്ടമാനം ഉത്പാദിപ്പിക്കുന്നത് അത് വളരെ വില കുറച്ച് കിട്ടുന്ന രീതിയിലാണ് ഇവിടുന്ന് കൊണ്ടുവന്നത്. അതുപോലെ മരുന്നുകൾ, അങ്ങനെ മറ്റൊരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങൾ വില കുറച്ച് കിട്ടും. അപ്പൊ അത് വിദേശികൾ അല്ലെങ്കിൽ വികസിച്ച രാജ്യങ്ങൾ വന്നിട്ട് കൊണ്ടുപോയിട്ട് പല നാട്ടിൽ അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റി, മൂലധന വസ്തുക്കി മാറ്റാറുണ്ട്. ഉൽപ്പന്നമാക്കി മാറ്റാറുണ്ട്. അപ്പം ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഉള്ളതിനെ സ്വീകരിക്കാന്നാണ്. നമ്മളും പുറമേ ഉള്ളതിനെ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പല വിദേശ നിർമ്മിത പ്രൊഡക്റ്റുകളും കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പുറമേ ഉള്ളതിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. വിദേശികൾ പല പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല പ്രൊഡക്റ്റുകളും വിദേശ രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ആ രീതിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതിയാൽ മതി. 18ാമത്തെ ക്വസ്റ്റ്യൻ, സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖല ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുക. സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ ഏതാണുള്ളത്? നിർമ്മാണ വ്യവസായ മേഖലയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിർമ്മാണ വ്യവസായ മേഖല ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉത്പാദനത്തെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ സെക്കൻഡറി സെക്ടറിലാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും 3 മേഖലയാണുള്ളത്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖല, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. സെക്കൻഡറി സെക്ടർ എന്ന നിർമ്മാണ വ്യവസായ മേഖലയാണ്. ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ്. വിദ്യാഭ്യാസവും അതുപോലെ ബാങ്കിങ്ങും പോലുള്ള സംഭവങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ സെക്കൻഡറി സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മുടെ രാജ്യത്ത് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, വിദേശത്ത് കൊണ്ടുവരുന്നുണ്ട്. അതേ രീതിയിലൊക്കെ പല രീതിയിലുള്ള പ്രവർത്തനം, അതിനനുസരിച്ച് ആൾക്കാർക്ക് തൊഴിലുണ്ട്. ഉത്പാദനമാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയയിൽ നിങ്ങളാണ്ട് എഴുതി ഉണ്ടാക്കിയാൽ മതി. 19ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ വികസനത്തിന്റെ സൂചകങ്ങൾ ലിസ്റ്റ് ചെയ്യുക. മനുഷ്യ വികസനം അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ്. മനുഷ്യ വികസനം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വികസനമാണ്. അപ്പൊ മനുഷ്യർ വികസിക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം മനുഷ്യ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഗവൺമെന്റോട് നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പോഷകാഹാരങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെ പ്രായമായവർക്ക് പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യ വികസനത്തിന്റെ സൂചകങ്ങൾ പ്രധാനമായിട്ടും ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടോ നോക്കണം, നല്ല രീതിയിൽ തൊഴിലുണ്ടോ, അതുപോലെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഓരോ രാജ്യങ്ങളും എന്താണ് ഒരു നിശ്ചിത എണ്ണം അകലത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യക്ക് ഏകദേശം വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. ഇന്ത്യ 139, 140 ഇതിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ, ഓരോ റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ.
മനുഷ്യ വികസനത്തിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടും, ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും, അതുപോലെ നല്ല തൊഴിലും കിട്ടും. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല തൊഴിൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ നല്ല ആരോഗ്യം വേണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രധാന ഘടകമാണ് IT മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് വികസനം ഉണ്ടാവുള്ളൂ. മനുഷ്യന് വികസനം ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യത്തിന് വളർച്ചയും വികസനവും ഉണ്ടാവുള്ളൂ. ചോദ്യാവലി നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരു ക്വസ്റ്റ്യനെയർ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്, അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടോ, നല്ല വ്യക്തത ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ചോദ്യങ്ങൾക്ക് നിശ്ചിത ക്രമം ഉണ്ടായിരിക്കണം. അതുപോലെ ചോദ്യങ്ങളുടെ ഭാഷാ രീതി, നല്ല രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കണം. ചോദ്യങ്ങൾക്ക് നിശ്ചിത എണ്ണം ഉണ്ടായിരിക്കണം. നല്ല കൂടാനും പാടില്ല, പറ്റ കുറയാനും പാടില്ല. അതുപോലെ തന്നെ നല്ല സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം, നല്ലൊരു അവസാനം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യൻ പോയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ പോയിട്ട് അവസാനം നമ്മൾ ചോദിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യനെയർ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സ്റ്റാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, കളക്ഷൻ ഓഫ് ഡേറ്റ. ദത്തങ്ങളുടെ ശേഖരണ ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും ചോദ്യാവലി എങ്ങനെ നിർമ്മിക്കാമെന്നും അതുപോലെ തന്നെ അവിടെ വിവിധ തരത്തിലുള്ള ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സെൻസസ് സർവേ, സാമ്പിൾ സർവേനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും പബ്ലിക്കിന് ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വരിക. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ്. 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. കുറിപ്പ് തയ്യാറാക്കുക. ഹരിത വിപ്ലവത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇന്ത്യൻ എക്കോണമിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ സമ്പദ് വ്യവസ്ഥ 1950 to 1990. ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഈ ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത് ഹരിത വിപ്ലവത്തെ കുറിച്ച്. കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പ്രധാന പരിഷ്കാരമാണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹരിത വിപ്ലവം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖല വികസിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യുൽപാദിച്ചുള്ള വിത്തുകൾ വന്ന്, രാസവളങ്ങളും രാസകീടനാശിനികളും വന്ന്, ട്രാക്ടറുകൾ, പമ്പ് സെറ്റുകൾ വന്ന്, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് 1965-75 കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ പൊതുവെ നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ 75-85 കാലഘട്ടം രണ്ടാമത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് അതുപോലെ തന്നെ മെക്സിക്കൻ കുറിയാറിന് ഗോതമ്പ് വിത്ത് കൊണ്ടുവരികയും നമ്മുടെ കർഷകർക്ക് വിതരണം ചെയ്യുകയും നല്ല രീതിയിൽ ഉൽപ്പാദനം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ കാർഷിക മേഖലയിൽ ഒരുപാട് വികസനങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഹരിത വിപ്ലവം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമായിട്ട് മാറിയിട്ടുള്ളത്. അതുവരെ വിദേശ രാജ്യങ്ങളൊക്കെ ആശ്രയിക്കുന്നു. പട്ടിണി ദാരിദ്ര്യമായിരുന്നു നമ്മളെ രാജ്യത്തുണ്ടായിരുന്നത്. 1950-51 കാലഘട്ടങ്ങളിൽ 50.8 മില്യൺ പശുത്പാദനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2010-11 കാലഘട്ടമായപ്പോൾ 244.5 മില്യമായി വളർന്നിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും മറ്റൊക്കെ വില കുറച്ച് കിട്ടാൻ കാരണമായി. അതുപോലെ കർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് ബാക്കിയൊക്കെ വിപണിയിൽ നല്ല രീതിയിൽ വിൽപ്പനക്കും വെക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കാർഷിക ഹരിത വിപ്ലവം നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് എന്തായാലും 4 മാർക്കിന് 5 മാർക്കിന് പബ്ലിക്കിൽ ചോദിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മൂലധന രൂപീകരണത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുടെ പങ്ക് വിശദമാക്കുക. മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ എന്ന 5ാമത്തെ ചാപ്റ്ററിലാണ് ഇതിനെ കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസം, അല്ലെ? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയൊക്കെ മെച്ചപ്പെടാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മനുഷ്യ മൂലധനത്തെ ഉറവിടങ്ങൾ അഥവാ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതിലാണ് ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. മനുഷ്യരൊരു മൂലധന വസ്തുവായി മാറണം, മനുഷ്യ നല്ല കപ്പാസിറ്റി ഉള്ള ആളായി മാറണം. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ വേണം ജനങ്ങൾക്ക്? പ്രധാനമായിട്ട് നല്ല വിദ്യാഭ്യാസം കിട്ടണം, ആരോഗ്യം മെച്ചപ്പെടണം, തൊഴിൽ പരിശീലനം, ജോബ് ട്രെയിനിങ് വേണം, കുടിയേറ്റം, മൈഗ്രേഷൻ വേണം, ഇൻഫർമേഷൻ, വിവര സാങ്കേതിക വിദ്യ. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യർ മൂലധന വസ്തുവായി മാറുള്ളൂ. മനുഷ്യൻ മൂലധന വസ്തുവായി മാറിക്കഴിഞ്ഞാൽ അവൻ സ്വന്തമായിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുകയും കുടുംബം നോക്കാനും സ്വാഭാവികമായിട്ടും അവന്റെ കുടുംബത്തിനും ആ സമൂഹത്തിനും അതുപോലെ രാജ്യത്തിനും വളരെ വളർച്ചയ്ക്ക് കാരണമാകും. അപ്പം ആ ഘട്ടത്തിൽ പറഞ്ഞുള്ളത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ആരോഗ്യം, വിദ്യാഭ്യാസം. ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യവും വിദ്യാഭ്യാസം കൂടി മെച്ചപ്പെടാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് ഒരുപാട് പണം നിക്ഷേപിക്കേണ്ടത്. അത് എന്താണ്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറിയ സ്കൂളുകളും വലിയ സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. LP UP വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കോളേജുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. കാരണം ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി നമ്മളെ ഗവൺമെന്റ് നടപ്പിലാക്കുകയാണ്. ഒരു 1940 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള അതുപോലെയുള്ള ഇന്നുള്ള അവസ്ഥ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ, നല്ല വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുണ്ട്, പലതരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ആളുകൾക്ക് എന്താണ്,
പ്രതിരോധ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, രോഗനിവാരണ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ശുദ്ധജല വിതരണം ചെയ്തു കൊടുക്കുന്നുണ്ട്, ശുദ്ധീകരണ സൗകര്യം നിർമ്മാണം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പുരോഗതി പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അഞ്ചാമത്തെ ചാപ്റ്ററിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു മനുഷ്യന് മൂലധന വസ്തു ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് 5 മാർക്കിന് ചോദ്യം വരും. അപ്പൊ ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ, റാങ്ക് സാമന്തം അഥവാ റാങ്ക് കോറിലേഷൻ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എയും ബിയും തന്നിട്ടുണ്ട്. 2 വേരിയബിൾസ് അല്ലെ 2 ചരങ്ങളാണ് കൊടുത്തുള്ളത്. അതായത് എ 1 റാങ്ക്, ആ സമയത്ത് ബിയിൽ 2 ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത് 2 ക്ലാസ്സുകളായിട്ട് പരിഗണിക്കാം അല്ലെ. 2 ക്ലാസ്സിലുള്ള 5 കുട്ടികളുണ്ട്. ഒന്നാമത്തെ കുട്ടിക്ക് ആദ്യം അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് നമുക്ക് പരിഗണിക്കാം. അത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. മാത്സ് സ്റ്റാറ്റിക്സ്, ഒരു കുട്ടിക്ക് മാത്സിൽ 1 റാങ്ക് കിട്ടി കഴിഞ്ഞപ്പം അയാൾക്ക് ആ കുട്ടിക്ക് മറ്റു വിഷയത്തിൽ സയൻസിൽ 2 റാങ്കാണ്. 3 റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഇവിടെ 5 റാങ്കാണ് കിട്ടിയത്. 4 റാങ്ക് കിട്ടിയ കുട്ടിക്ക് 3 റാങ്ക്, 2 റാങ്ക് കിട്ടിയ കുട്ടിക്ക് 1 റാങ്ക്, 5 റാങ്ക് കിട്ടിയ കുട്ടിക്ക് 4 റാങ്ക്. ആ രീതിയിൽ നമുക്ക് പരിഗണിക്കാം അല്ലെ. ഇതിൽ 2 സബ്ജക്റ്റിൽ ഒരു ക്ലാസ്സിൽ 5 കുട്ടികൾക്ക് കിട്ടിയ 2 സബ്ജക്റ്റിലും കിട്ടിയ റാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റാങ്ക് കോറിലേഷൻ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. റാങ്ക് കോറിലേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ 2-3 തരത്തിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. R = 1 - 6 sigma d square by n × n² - 1 എന്ന ഇക്വേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തണം? 1 ഇവിടെ ഉണ്ട്, 6 ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സിഗ്മ d സ്ക്വയർ, n² അല്ലെങ്കിൽ d² നമ്മൾ കണ്ടെത്തണം. അപ്പൊ d കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? d കണ്ടെത്താനുള്ള ഇക്വേഷൻ R1 - R2. അതായത് എ എന്നുള്ളതിനെ നമുക്ക് R1 എന്ന് കൊടുക്കാം, ബി എന്നുള്ളതിനെ നമുക്ക് R2 എന്ന് കൊടുക്കാം. 2 സബ്ജക്റ്റിന് R1 ഉം R2 ഉം കൊടുത്ത് റാങ്ക് 1ന്റെയും റാങ്ക് 2ന്റെ ആക്കി കൊടുത്ത്. ഇനി നമുക്ക് ഡി കണ്ടെത്താം അല്ലെ. R1 - R2, 1 - 2. 1 - 2 എന്താ വരിക? 1 - 2 -1. സോറി, അത് നമ്മളിവിടെ താഴെ എഴുതുന്നുണ്ട് കേട്ടോ. 1 - 2 -1. 3 - 5 എന്ത് വരും? 3 - 5 -2. 4 - 3 എന്ത് വരും? 1. 4 - 3 = 1. 2 - 1 എന്ത് കിട്ടും? 1. 5 - 4 എന്താ കിട്ടുക? 1. അപ്പൊ നമ്മൾ ഡി കണ്ടെത്തി കഴിഞ്ഞു. ഇനി d² കണ്ടെത്തണം. d² കണ്ടെത്തുന്ന കിട്ടിയതിന്റെ സ്ക്വയർ 1ന്റെ 1, 2ന്റെ 4, 1ന്റെ 1, 1, 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? d² കിട്ടി. സിഗ്മ d² നമ്മൾ കാണണ്ടേ അല്ലെ. സിഗ്മ d² കാണണം. അപ്പൊ സിഗ്മ d² എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ എന്ത് വരും? 5 3 8 വരും അല്ലെ. നമുക്ക് ചെയ്തു നോക്കാം. 1 - R = 1 - 6 × സിഗ്മ d² 8 കിട്ടി. 8 n എത്ര എണ്ണം ഉള്ളത്? n അറിയാൻ എണ്ണം. എത്ര എണ്ണം ഉണ്ടായാലും എത്ര കുട്ടികളുണ്ട്? 5. 5 × 5² - 1. 1 - 6 × 8 48. 5 × ആദ്യം ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്യണം. ബ്രാക്കറ്റിൽ ചെയ്തുക. 5² എന്ത് വരും? 25 - 1. 1 - 48 by 5 × 25 എന്ന് 1 കുറച്ച് എന്താണ്? 24. 5 × 24. 1 - 48 by 5 × 24 എന്ത് കിട്ടും? 120. 1 - 48 by 120 എന്ത് കിട്ടും? നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.4. അതായത് 1 - 0.4 എന്ന് പറഞ്ഞ റാങ്ക് കോറിലേഷൻ എന്ത് കിട്ടും? 0.6. ഈ കോറിലേഷൻ എപ്പോഴും എന്താണ്? -1നും +1നും ഇടയിലായിരിക്കും വരിക. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എപ്പോഴും പോയിന്റുള്ള സംഖ്യ ആയിരിക്കും വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുവടെ നൽകുന്ന ഡാറ്റ ഉപയോഗിച്ച് ഹിസ്റ്റോഗ്രാം നിർമ്മിക്കും. ഒരു ഹിസ്റ്റോഗ്രാം എങ്ങനെ നിർമ്മിക്കാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് ഹിസ്റ്റോഗ്രാം നിർമ്മിക്കാൻ വേണ്ടി. ഇവിടെ ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം x-ആക്സും y-ആക്സും നമ്മൾ വരയ്ക്കണം. ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരയ്ക്കണം. പബ്ലിക്കിന് ചോദിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വരയ്ക്കണം. ഇനി നമ്മൾ ഫ്രീക്വൻസി രേഖപ്പെടുത്തണം. ഫ്രീക്വൻസി എത്ര വരെ തന്നിട്ടുണ്ട്? ഏറ്റവും ചെറിയ സംഖ്യ 8 ആണ്, ഏറ്റവും വലുത് 30 ആണ്. അപ്പൊ ഞാനിവിടെ ഫ്രീക്വൻസി ആദ്യം 0 രേഖപ്പെടുത്തി. ഇവിടെ y-ആക്സ് ഇത് x-ആക്സ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇവിടെ ഫ്രീക്വൻസി 30 കിട്ടുന്ന രീതിയിൽ അടയാളപ്പെടുത്തണം. അപ്പൊ ഞാൻ 5, 10, 15,
20, 25, 30 വരെ രേഖപ്പെടുത്തിയിരുന്നു. ഇനി താഴെ എക്സ് ആക്സിൽ ഇതിന്റെ ക്ലാസ്സിന്റെ സംഖ്യ രേഖപ്പെടുത്തുന്നത്. ഫസ്റ്റ് 0, 10, 20, 30, 40, 50 അല്ല 50 വരെയാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചൊരു ഹിസ്റ്റോഗ്രാം നിർമ്മിക്കുകയാണ്. ഫസ്റ്റ് എന്താണ് 0 to 10, 10 ആണ്. 0 മുതൽ 10 വരെ എത്രയാണ് തന്നത്? 10. പിന്നെ അടുത്തതോ 10 to 20, 16. 10 നിന്ന് 20ലേക്ക് 16 ആയിട്ട് വരയ്ക്കുക. ഇനി 20 to 30 എത്രയാണ്? 30. നിങ്ങൾ നല്ല സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ വരയ്ക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. 30 to 40 എത്രയാണ്? 20. 40 to 50 എത്രയാണ്? 8. അവിടെ വരച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോഗ്രാമാണ്. ഇനി ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സംഖ്യകൾ എഴുതിയെടുക്കാവുന്നതാണ്. അപ്പം വെറുതെ മാർക്ക് കളയരുത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, 5 സ്കോർ വീതം. 26ാമത്തെ ക്വസ്റ്റ്യൻ 1990കളിൽ ഇന്ത്യ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയങ്ങൾ വിശദമാക്കുക. അപ്പൊ 1990കളിൽ ഇന്ത്യ നടപ്പിലാക്കിയ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സമ്പദ് വ്യവസ്ഥ മോചിപ്പിക്കുക എന്നാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ള ഈ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. 3ാമത്തെ ചാപ്റ്ററിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. എന്തായാലും പബ്ലിക്കിന് ഇതിന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരും. അധികം ചോദിച്ചിട്ടുള്ളത് ആഗോളവൽക്കരണമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. SI ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പം 1947 മുതൽ 90 കാലഘട്ടം വരെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ വ്യവസായങ്ങളൊക്കെ ഒരു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലെ. സ്വകാര്യ മേഖലയ്ക്ക് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാതെ പൊതുമേഖലയ്ക്കായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുവരെ നമ്മുടെ രാജ്യത്തിന് ഒരു വ്യവസായ മേഖലയ്ക്ക് യാതൊരു വളർച്ചയും വികസനം ഉണ്ടായില്ല. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് 1990 എന്ത് ചെയ്ത് ഉദാരവൽക്കരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. സ്വകാര്യ മേഖലകൾക്ക് നല്ല രീതിയിൽ സംവരണം ചെയ്തു കൊടുത്ത് അതായത് നമ്മുടെ രാജ്യത്തിലെ പല വ്യവസായങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വ്യവസായങ്ങൾ ഹോട്ടൽ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ എന്താ ചെയ്ത് ഗവൺമെന്റ് മനസ്സിലായി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രാജ്യത്തിന് വളർച്ചയും വികസനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ഒരുപാട് തൊഴിലാളികൾ ഗവൺമെന്റ് തൊഴിലാളികൾ പൊതുവെ നല്ല രീതിയിൽ ജോലി ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലാഭത്തിന് വേണ്ടി പ്രയത്നിക്കും. അത് വഴി നല്ല രീതിയിൽ ഉത്പാദനം ഉണ്ടാവും, രാജ്യത്തിന് വളർച്ചയും വികസനം ഒക്കെ ഉണ്ടാവും എന്ന് ആര് മനസ്സിലാക്കി? ഗവൺമെന്റ് മനസ്സിലാവുകയാണ്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന പൊതുമേഖലയ്ക്ക് മാത്രം സമരം ചെയ്തിരുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ നിർത്തലാക്കിയത് സ്വകാര്യ മേഖലയിൽ കൂടി വിട്ടുകൊടുത്ത് നമ്മുടെ ഗവൺമെന്റ് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്ത്. ഒന്ന് ഗവൺമെന്റ് മാത്രം നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളെ, 2 സ്വകാര്യ മേഖല മാത്രം നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ, 3ാമത്തെ സ്വകാര്യ മേഖലയും ഗവൺമെന്റും കൂടി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ. സ്വകാര്യ മേഖലയ്ക്ക് മുഴുവനായിട്ട് സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ മേലെ ഒരു ചെറിയൊരു നിയന്ത്രണം ആരുണ്ടായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരിക്കും. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ലൈസൻസ് നിർത്തലാക്കി, അതുപോലെ സംവരണം നിർത്തലാക്കി, കുത്തക നിയമത്തിൽ വിദേശ നാണയത്തിലുള്ള ഭേദഗതി വരുത്തി, ചെറുകിട മേഖലയ്ക്കായിട്ട് മാത്രമുള്ള സംവരണം നിർത്തലാക്കി, അതുപോലെ ധനകാര്യ മേഖല ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ് ഉദാരമാക്കി, ICICI, HDFC പോലുള്ള ആദ്യ തരത്തിലുള്ള സ്വകാര്യ ബാങ്കുകൾക്ക് വിദേശ ബാങ്കുകൾ അനുമതി നൽകി, CRR, SLR അനുയോജ്യമായിട്ടുള്ള മാറ്റം വരുത്തി, മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാൻ സ്വകാര്യ മേഖലയിൽ അനുമതി കൊടുത്ത്, വിദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ, അതുപോലെ പെൻഷൻ ഫണ്ടുകൾ തുടങ്ങി ഇന്ത്യൻ വിപണി മുതൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി, നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന്, നികുതി പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട് നിങ്ങൾക്കറിയാം. വിദേശ നാണയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന്, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം കൊണ്ടുവന്ന് അല്ലെ. അതായത് കയറ്റുമതി ഇറക്കുമതിയിലുള്ള നികുതിയൊക്കെ ഗവൺമെന്റ് കുറച്ച്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്ത്? നമ്മുടെ ഗവൺമെന്റ് ചെയ്ത്. ഇതൊക്കെ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. എന്തായാലും 5 മാർക്കിന് 8 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ 5 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 50 വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ ലഭിച്ച മാർക്ക് പട്ടികയിൽ നൽകിയിരിക്കുന്നു. ലെസ് ദാൻ ഉജ്ജീവ്, മോർ ദാൻ ഉജ്ജീവ് വരച്ച് മാധ്യാങ്കം അടയാളപ്പെടുത്തുക. ഇവിടെ നമ്മൾ ലെസ് ദാൻ സീരീസും മോർ ദാൻ സീരീസും നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്തിനാണ് ലെസ് ദാൻ ഉജ്ജീവും മോർ ദാൻ ഉജ്ജീവും വരയ്ക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി LCF, അതുപോലെ MCF മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ അവിടെ വളരെ ഷോർട്ടാക്കി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എന്താണ് ഫസ്റ്റ് പറയുന്നത്? ബിലോ ആണ് പറയുന്നത്. താഴെ, ബിലോ. എന്തിൽ താഴെ? ഫസ്റ്റ് ഇവിടെ ക്ലാസ് എത്ര? 20. അപ്പം ബിലോ 20 എത്ര ഉണ്ട്? 4. ഇതൊക്കെ നല്ല വിശദീകരിക്കുന്ന ക്ലാസ്സിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആൻസർ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ 40. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് എത്രയാണ്? സംഖ്യ 40. 40ൽ താഴെ എത്രയാണ്? 40ൽ താഴെ ആദ്യം 20ന് താഴെയുള്ള 4ഉം 40ന് താഴെയുള്ള 8ഉം 8 4 12. ഇനി 60ൽ താഴെ ബിലോ 60 ഇത് 3ഉം കൂട്ടുക എത്ര കിട്ടും? 12 38. ബിലോ 80 80ൽ താഴെ ആദ്യത്തെ 4ഉം കൂട്ടുക 38 45. ഇനി 100ൽ താഴെ ബിലോ 100 അപ്പൊ ഇതും കൂടി കൂട്ടുക 50. അപ്പം
ഒരു ക്ലാസ്സിൽ 100 താഴെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ടോട്ടൽ 50 കുട്ടികളുണ്ട്. ഇനി അടുത്ത MCF എബോ ആണ്, മുകളിൽ അല്ലെ? എബോ 0, 0-ന് മുകളിൽ എത്ര ഉണ്ടായിരിക്കും? ഇതെല്ലാം 0-ന് മുകളിലുള്ളതാണ് 50. എബോ 20, 20-ന് മുകളിൽ, അപ്പൊ 20-ന് താഴെ പരിഗണിക്കുന്ന ആവശ്യമില്ല. 20-ന് മുകളിൽ എത്ര ഉണ്ടായിരിക്കും? 46. എബോ 40, 40-ന് മുകളിൽ, 40-ന് മുകളിൽ എത്ര ഉണ്ട്? താഴെ 2 കുറയ്ക്കുക, ഇത് 3 കൂടി കൂട്ടിയാൽ മതി. എത്ര? 33, 38. എബോ 60, 60-ന് മുകളിൽ എത്ര ഉണ്ടായിരിക്കും? 38. ഈ 2 മാത്രം കൂട്ടിയാൽ മതി, ഈ 5 മാത്രം കൂട്ടിയാൽ മതി, 12. എബോ 80, 80-ന് മുകളിൽ എത്ര ഉണ്ട്? 5. അപ്പൊ ഇതാണ് ഇതിന്റെ സീരീസ് നമുക്ക് കിട്ടി. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു ലെസ് ദാൻ ഉജ്ജീവും മോർ ദാൻ ഉജ്ജീവും വരയ്ക്കാവുന്നതാണ്. അപ്പൊ ലെസ് ദാൻ ഉജ്ജീവും മോർ ദാൻ ഉജ്ജീവും വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ നോക്കുക, ആ സംഖ്യ കിട്ടുന്ന രീതിയിൽ ഇവിടേക്ക് ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. ഇനി താഴെ ഇതിന്റെ ക്ലാസ്സിലാണ് രേഖപ്പെടുത്തുന്നത് 20, 40, 60, 80, 100 ഇറങ്ങാൻ രേഖപ്പെടുത്തുക. എന്നിട്ട് ഇത് വരയ്ക്കുക. അപ്പൊ ഒന്ന് മുകളിൽ നിന്ന് താഴോട്ടുണ്ടായിരിക്കും, മറ്റൊന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നേരെ താഴത്തേക്ക് വരച്ചിട്ട് ഇതാണ് ഇതിന്റെ, ഈ താഴെ കിട്ടുന്ന പോയിന്റ് ആണ് ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ മാധ്യാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആൻസർ മാത്രം പറഞ്ഞു തരുന്നുള്ളൂ. അപ്പം അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വീഡിയോന്റെ ലിങ്ക് ഒക്കെ അയച്ചിരുന്നതാണ്. ചുവടെ നൽകുന്ന ഡാറ്റയിൽ നിന്ന് ക്ലാസ് ഇടവേള 5 ഒഴിവാക്കൽ രീതിയിൽ ആവർത്തി ഉത്തരം പട്ടിക തയ്യാറാക്കുക. ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ക്ലാസിന്റെ അകലം 5 ആയിരിക്കണം. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഏറ്റവും വലിയ സംഖ്യ എത്രയാണ് അവർ കണ്ടിട്ടുള്ളത്? 24, അഥവാ 24 ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ സംഖ്യ. അതിന് മുകളിൽ ഇല്ലാന്ന് തോന്നണേ. ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഏതാണ്? 3 ആണ്. അപ്പൊ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ക്ലാസ് 5-ൽ താഴെയുള്ള ക്ലാസ് ആയിരിക്കണം, അതായത് 0 to 5 ആയിരിക്കണം. അപ്പൊ നമ്മൾ ക്ലാസ് നിർമ്മിക്കാൻ പോവാണ്. 0 to 5, 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഇതാണ് ക്ലാസ്. ഇനി നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ടാലി മാർക്ക് രേഖപ്പെടുത്തണം. ടാലി മാർക്ക് രേഖപ്പെടുത്തുമ്പോൾ നോക്കുക. ഫസ്റ്റ് 14 വരിക, 14 ഇതിൽ വരും, ഇതിൽ വരും. അടുത്ത് 21, 21 ഇതിൽ വരും നോക്കുക. 21 ഇവിടെ വരും. 22 വീണ്ടും ഇവിടെ, 3 ഇവിടെ, 8 ഇവിടെ, 11 ഇവിടെ, 3, 12, 2, 18, 6, 24, 16, 1, 9, 23, 17, 4. അഞ്ചാമത്തെ വരുമ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. 6, 13, 21, 18, 3, 21, 19, 22, 16, 24, 19, 23. നമ്മൾ ടാലി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ചെയ്തൊക്കെ ശരിയാണെന്ന് നോക്കണം. നമ്മൾ ഫ്രീക്വൻസി കാണുക, അതായത് ടോട്ടൽ ചെയ്ത് വെക്കുക. 6, 4, 4, 7, 9. ഇതിന്റെ ടോട്ടൽ കാണാം. ടോട്ടൽ കാണോ? 10, 21, 30. ടോട്ടൽ 30 സംഖ്യകളൊക്കെ എണ്ണി വെക്കുക. അപ്പൊ 30 ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ ശരിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. എന്തായാലും എക്സാമിന് 4 മാർക്കിന് 5 മാർക്കിന് വരുന്നതാണ് ടാലി കണ്ടെത്താൻ വേണ്ടി. വിവരശേഖരണ ഉപാധി എന്ന നിലയിൽ വ്യക്തിഗത അഭിമുഖത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശദമാക്കുക. സ്റ്റാറ്റിക്സിന്റെ 2ാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ എന്നതിലാണ് ഇന്റർവ്യൂവിനെ അഥവാ ക്വസ്റ്റനെയറിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. ആദ്യം വ്യക്തിഗത അഭിമുഖം അഥവാ പേഴ്സണൽ ഇന്റർവ്യൂ എന്താണെന്ന് എഴുതണം. ഈ രീതിയിൽ ആരിൽ നിന്നാണ് നമുക്ക് വിവരം ലഭിക്കേണ്ടത്? അയാളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിമുഖം എന്ന് പറയുന്നത്, അഥവാ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് അന്വേഷകൻ, ചോദ്യകർത്താവ് ഏതൊരു വ്യക്തിയെ കുറിച്ചാണ് ഇന്റർവ്യൂവിന് വിധേയമാക്കേണ്ടത്, അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് അറിയേണ്ടത്, അയാളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച വിവരങ്ങൾ, അതായത് ക്വസ്റ്റനെയറും മറ്റും ഉപയോഗിച്ചിട്ട് അയാളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇന്റർവ്യൂ. വലിയ എന്താണ്? നേരിട്ടുള്ള കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള അഭിമുഖം, അത് പേഴ്സണൽ ഇന്റർവ്യൂയുടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നല്ല പ്രതികരണമായിട്ടുണ്ടായിരിക്കും, അയാളിൽ നിന്ന് നല്ല കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ലഭിച്ചിട്ട് വിവരങ്ങൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളായിരിക്കാം. പിന്നെ നേരിട്ട് കിട്ടുന്ന വിവരങ്ങളാണ്. അയാളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് അനുബന്ധ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും.
അപ്പം അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ്, നല്ല സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് കിട്ടുക. ഇനി ഒരുപാട് ദോഷങ്ങൾ ഉണ്ട്. ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇന്റർവ്യൂവിന് വിധേയമാക്കുമ്പോൾ ഒരുപാട് ചെലവും കൂടുതലാണ്, സമയം കൂടുതലാണ്. പിന്നെ നല്ല ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ നല്ല രീതിയിൽ ഇന്റർവ്യൂ നടത്താൻ സാധിക്കുള്ളൂ, നല്ല രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ അത് എല്ലായിടത്തും പോയിട്ട് ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതിന് ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ, കാർഷിക വിപണനം മെച്ചപ്പെടുത്താനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ വിശദമാക്കുക. 30ാമത്തെ ക്വസ്റ്റ്യന്, നമ്മുടെ നാട്ടിലെ കർഷകരെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രശ്നമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കണില്ല എന്നുള്ളത്. അപ്പം അത് അത് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് വികസനം ഉണ്ടാവാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് കുറഞ്ഞ പലിശക്ക് വായ്പ കൊടുക്കുക. അതായത് നമ്മുടെ നാട്ടിൽ നല്ല ശതമാനം ആൾക്കാരും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാന്നെങ്കിൽ അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കും. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് സ്ഥാപനങ്ങൾ നടപ്പിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബാങ്ക് പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതുപോലെ റെഗുലേറ്റഡ് മാർക്കറ്റ് സ്ഥാപിച്ച് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം കമ്പോളത്തിൽ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ വേണ്ടി നടപ്പിലാക്കിയാണ്. പിന്നെ റോഡ്, റെയിൽവേ, വെയർ ഹൗസ് പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കി. അതുപോലെ ഗോഡൌൺ കാര്യങ്ങൾ കൊണ്ടുവന്ന്, സഹകരണ വിപണന സംവിധാനം കൊണ്ടുവന്ന്, അതുപോലെ തന്നെ താങ്ങുവില പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ വികസനം എന്നുള്ള ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖല വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. 6ാമത്തെ ചാപ്റ്റർ അഥവാ റൂറൽ ഡെവലപ്മെന്റ് അഥവാ ഗ്രാമീണ വികസനം എന്നുള്ളതിൽ ഞാൻ വളരെ ചുരുക്കി മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. 31 മുതൽ 33 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഉത്തരം എഴുതുക, 8 സ്കോർ വീതം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുക. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിശകലനം ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യനും 8 മാർക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഇതായി വരാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്താണെന്ന് വരാറുണ്ട്. അപ്പൊ ഈ 2 എന്തായാലും പബ്ലിക്കിന് 8 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് ഒരുപാട് കാരണങ്ങൾ. കുറഞ്ഞ വരുമാനം, ആളുകൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് കാരണമാകും. ഇവിടെ 4 മാർക്കിന് ആ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു 8 പോയിന്റ് ആണ്, 8 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ പറഞ്ഞത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫസ്റ്റ് പറഞ്ഞത് കുറഞ്ഞ വരുമാനം. ജനങ്ങളുടെ വരുമാനം കുറഞ്ഞത് ദാരിദ്ര്യത്തിന് കാരണമാകും. ആസ്തിയില്ലായ്മ, വീടോ സമ്പത്തോ സ്വത്തുന്നില്ലെങ്കിലും അതും ദാരിദ്ര്യത്തിന് കാരണമാണ്. തൊഴിലില്ലായ്മ, തൊഴിലില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കാരണമാകും. തൊഴിലില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. അസമത്വം, ഇന്നിക്വാലിറ്റി, സ്ത്രീ എന്നോ പുരുഷനെന്നോ താഴ്ന്ന ജാതിക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നുള്ള വിവേചനം ഉണ്ടാകാൻ പാടില്ല. ഒറ്റപ്പെടൽ, അല്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം ഈ ട്രൈബൽ ഏരിയ അല്ലെ, ട്രൈബൽ ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് കാട്ടിനുള്ളിലൊക്കെ പോയി ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചൂഷിതർ, സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ. തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച, രാജ്യത്ത് നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം കാര്യങ്ങളും കിട്ടുള്ളൂ. ജനസംഖ്യ സ്ഫോടനം, രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാലും അത് ദാരിദ്ര്യത്തിന് കാരണമാകും. ഇന്ത്യയിലിപ്പം കൃഷി ശുഷ്കമായ വ്യവസായവൽക്കരണം, കാർഷിക മേഖലയിൽ പിന്നോക്കാവസ്ഥയും എന്തിന് കാരണമാവാണ്? ദാരിദ്ര്യത്തിന് കാരണമാവാണ്. നാണയപ്പെരുപ്പം, സമ്പദ്ദേശത്തിലെ പണത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും അതും ദാരിദ്ര്യത്തിന് കാരണമാകും. അപ്പം പോവർട്ടി അഥവാ ദാരിദ്ര്യം എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് പറഞ്ഞുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് പ്രധാനമായിട്ട് 3 രീതിയിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഉച്ചഭക്ഷണ പദ്ധതി. രണ്ടാമത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതി. മൂന്നാമത് ആരോഗ്യ മേഖലക്കുള്ളായിട്ടുള്ള പദ്ധതികളൊക്കെ. ഇതൊക്കെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പ്രായമായവർക്ക് ഗവൺമെന്റിന് ആനുകൂല്യം കിട്ടുക, പാവപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ വഴിയൊക്കെ അരിയും സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാം. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖല മെച്ചപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പാവപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ എന്താണ് ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസ്, ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലുകൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ പ്രസവിച്ചെടുക്കുന്ന സമയത്തുള്ള കുട്ടികൾക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി, സ്ത്രീകൾക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. സ്വന്തമായിട്ട് തൊഴിലില്ലാത്തവർക്ക് ഗവൺമെന്റ് തൊഴിൽ കൊടുക്കാനുള്ള ഒരുപാട് ആനുകൂല്യം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ഇൻഷുറൻസ് കാര്യങ്ങൾ ഇതൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ദാരിദ്ര്യം ഇല്ലാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന് ഒരുപാട് ആനുകൂല്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ 4ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ചുവടെ നൽകുന്ന ഡാറ്റയിൽ നിന്നും മാധ്യം, മാധ്യാങ്ക, ബഹുലോകം എന്നിവ കണക്കാക്കുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കാണാൻ പോകുന്നത്? ആദ്യം മാധ്യം അഥവാ മീനാണ് കാണാൻ പോകുന്നത്. മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരുപാട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആദ്യം സിഗ്മ എഫ് എം, എഫ് ഇവിടെ തന്നിട്ടുണ്ട് ആവർത്തി.
എം തന്നിട്ടില്ല, എം നമ്മൾ കണ്ടെത്തണം. അപ്പൊ എം കണ്ടെത്തുള്ള ഇതെന്താണ്? എം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന്റെ മധ്യസംഖ്യ. അപ്പൊ 0 to 20 എത്രയാണ്? 10, 20 to 40 30, 40 to 60 50, 60 to 80 70, 80 to 100 90. അപ്പൊ നമുക്ക് എം കിട്ടി. ഇനി എഫ് എം കണ്ടെത്തണം. എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എം ആണ്. 4 into 10 എത്ര? 40, 6 into 30 150, 23 into 50 എത്രയാണ്? നോക്കാം, 1150. 12 into 70 എത്രയാണ്? 840, 5 into 90 450. ഇതിന്റെ ടോട്ടൽ കാണുക. ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 2660 കിട്ടി. അതായത് സിഗ്മ എഫ് എം ഈക്വൽ ടു 2660. ഇനി എൻ കിട്ടണം. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്? എൻ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിന്റെ ടോട്ടൽ 6 4 10, 10 33 45 50. എൻ ഈക്വൽ ടു 50 എന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. സിഗ്മ എഫ് എം 2660/50 ഈക്വൽ ടു എന്ത് കിട്ടും? 0 0 ക്യാൻസൽ ചെയ്ത് 266/5 എത്ര കിട്ടുക? 53.2. അതായത് എക്സ് ബാർ നമുക്ക് എന്ത് കിട്ടി? 53.2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? മീഡിയം കിട്ടണം. എം എൽ പ്ലസ് n/2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ ആണിത് കണ്ടെത്താനുള്ള ഇക്വേഷന്. അപ്പൊ ആദ്യം നമ്മൾ n/2 കണ്ടെത്തണം. n/2 കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? അല്ലെ സോറി, n/2 എങ്ങനെയാണ് കണ്ടെത്തുക? 50/2 എന്ത് കിട്ടും? 25. ഇനി 25 ഏത് സി എഫിൽ പോകുമെന്ന് നോക്കണം. 25 ഏത് സി എഫിൽ പോകുമെന്ന് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ സി എഫ് കണ്ടെത്തണം. സി എഫ് എന്ന ഫ്രീക്വൻസി കൂട്ടി 4 4 6 10, 10 23 33, 33 12 45, 45 5 50. അപ്പൊ സി എഫ് കിട്ടി. ഇനി 25 ഏത് സി എഫ് പോകും? 33. അപ്പൊ നമ്മൾ 33 പോയി കഴിഞ്ഞാൽ അതിന് നേരെയുള്ള എല് ക്ലാസ് എത്രയാണ്? 40 പ്ലസ് n/2 നമുക്ക് എന്ത് കിട്ടി? 25. ഇനി സി എഫ് കണ്ടെത്തണം. അതിൽ സി എഫ് എത്രയാണ്? 33 അല്ല, പകരം അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയാണ് സി എഫ് ആയിട്ട് പരിഗണിക്കുക. 10 ബൈ എഫ് ഫ്രീക്വൻസി എത്രയാണ്? അതിന് നേരെയുള്ള ഫ്രീക്വൻസി 23 ഇൻറ്റു ഐ എത്രയാണ്? ക്ലാസ്സുകൾ നമ്മളെ അകലം 20. ചെയ്ത് നോക്കുക. 40 പ്ലസ് 25 10 കുറച്ച് കഴിഞ്ഞാല് 15, 23 ഇൻറ്റു 20, 40 പ്ലസ് 15 ഇൻറ്റു 20 എത്ര വരും? 300 ബൈ 23. 300 ബൈ 23 എന്ത് കിട്ടും? 40 പ്ലസ് 300 ബൈ 23 13.04, 53.04 എന്ത് കിട്ടി? നമുക്ക് മീഡിയം കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. ഇനി നമുക്ക് മോഡ് കണ്ടെത്തണം. മീൻ മീഡിയം കണ്ടെത്തി കഴിഞ്ഞാൽ മോഡ് കണ്ടെത്തുന്ന ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 3m മൈനസ് 2x ബാർ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പം 3 ഇൻറ്റു എം മീഡിയത്തിൽ കിട്ടിയത് 53.04 മൈനസ് 2 ഇൻറ്റു മീൻ എത്രയാണ് കിട്ടിയത്? 53.2. അപ്പൊ 3 ഇൻറ്റു 53.04 എന്ത് കിട്ടും? 159.12 മൈനസ് 2 ഇൻറ്റു 53.2 106.4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 52.72 അഥവാ മോഡ് സമം 52.72 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടെത്തണം? സുസ്ഥിര വികസനം. 31ാമത്തെ ക്വസ്റ്റ്യൻ. സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത്. പരിസ്ഥിതിയും സുസ്ഥിര വികസനമുള്ള ചാപ്റ്റർ ഉണ്ട്. അതായത് 9ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമിയുടെ 9ാമത്തെ ചാപ്റ്ററിലാണ് ഇവിടെ സുസ്ഥിര വികസനത്തെ കുറിച്ച് കൊടുത്തുള്ളത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനമാണ്. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് വികസനം ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വികസനം നിർബന്ധമാണ്. എന്നാൽ വികസനം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രകൃതിക്ക് കോട്ടം തട്ടാൻ പാടില്ല. അപ്പൊ പ്രകൃതി കോട്ടം തട്ടാത്ത വികസനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയാം. സുസ്ഥിര വികസനം ഉണ്ടാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ജനസംഖ്യ പരിമിതപ്പെടുത്തുക. അതായത് അമിതമായിട്ട് വളരുന്ന ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിവേശങ്ങൾ തീർത്തും ഫലപ്രദമായ രീതിയിലുള്ള ഉപയോഗം നടത്താൻ വേണ്ടി ശ്രമിക്കുക. നിവേശങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. പുതുക്കാവുന്ന വിഭവങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കണ്ടമാനുണ്ട്. അപ്പോൾ അത് പുതുക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് മാത്രം ഉൽപ്പാദിപ്പിക്കുക. അല്ലെങ്കിൽ എന്താണ്, അത് പ്രകൃതി കടന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അത് ഒരിക്കലും നശിച്ചു പോകാത്തൊരവസ്ഥ വരും. പിന്നെ പുതുക്കാനാവാത്ത വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക.
പിന്നെ മലിനീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഡീസൽ, പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ പരമാവധി പരിമിതപ്പെടുത്തുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെ, കറണ്ടിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വീട്ടിൽ എന്താണ് വിറകും മറ്റൊക്കെ കത്തി ഉപയോഗിക്കുന്നതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നവരും നമ്മൾ എന്ത് ചെയ്യുക? ഗ്യാസ് ഉപയോഗിച്ചുള്ള എന്താണ് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ശ്രമിക്കും. അതുപോലെ പാരമ്പര്യ ഊർജ്ജം ഉറവിടം ഉപയോഗിക്കുക. അതായത് സൂര്യനിൽ നിന്ന് ഒക്കെ മറ്റും ഊർജ്ജെടുത്തിൽ, കാറ്റിൽ നിന്ന് ഊർജ്ജെടുത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാമപ്രദേശങ്ങളിൽ LPGക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നഗരപ്രദേശങ്ങളിൽ CNGക്ക്, കാറ്റിൽ നിന്ന് ഊർജ്ജം, സൗരോർജ്ജം, മിനി ജലവിദ്യുത് പദ്ധതികളൊക്കെ നടപ്പിലാക്കുക. പിന്നെ അതുപോലെ ആരോഗ്യ മേഖലയിലൊക്കെ എന്താണ് പരമ്പരാഗത അറിവുകളും മരുന്നുകളൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ജൈവ കൃഷിക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ജൈവവസ്തുക്കൾ കമ്പോസ്റ്റിംഗ് നടപ്പിലാക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാമിന് ഇന്ന് എന്തായാലും ഈ മോഡൽ എക്സാമിന് 50%, 60% ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, പബ്ലിക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിന്റെ നമ്പർ ഇവിടെ പലതിലും ഞാൻ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.